ഈ പേടിച്ചോടിയ സമയത്ത് ബ്രഹ്മാവ് വേഗം മതത്തെ സൃഷ്ടിച്ചു. മതത്തെ രണ്ടായി പകുത്തിട്ട് നേർപകുതി ആനയ്ക്ക് നിക്ഷേപിച്ചു. ബാക്കി പകുതി കൊണ്ട് സർവ്വചരാചരങ്ങൾക്കും കൊടുത്തു. ഇവിടെ ആ ശരീരത്തിൽ നിന്ന് മടുപടാന്നുള്ള ആ വിയർപ്പുകൾ ഇങ്ങനെ അങ്ങോട്ട് കുതിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഇവർക്ക് ഇരുന്ന് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ വരുണ ഭഗവാൻ ആ വിയർപ്പിനെ ഉള്ളിലാക്കി കൊടുത്തു. അത് ശരി, ഒരു വരം കൊടുത്തിട്ട് അതിനെ ഉള്ളിലാക്കി. അതുപോലെ ഇവർക്ക് വളരെ സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല. അവരുടെ വൃഷണം അതിനൊരു തടസ്സമായി വന്നപ്പോൾ ബ്രഹ്മാവ് അത് വൃഷണം ഉള്ളിലാക്കി കൊടുത്തു. അഗ്നി ഭഗവാൻ ശപിച്ചു. അവർക്ക് ആ ശാപം ഏറ്റു. ആ ശപിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞ് നിങ്ങളുടെ നാവ് വട്ടത്തിലായി പോട്ടെ, അത് ശരി, നിങ്ങൾക്ക് ജഡരാഗ്നിയിൽ ഉഷ്ണം ഭവിക്കട്ടെ. ശരി. കഥകൾ കേൾക്കാനും പറയാനും എന്നും ഇഷ്ടം കൂടുതലാണ് നമുക്ക്. മുത്തശ്ശി കഥകൾ കേട്ടുറങ്ങിയ ബാല്യവും പ്രേത കഥകൾ കേട്ട് നിലവിളിച്ച കൗമാരവും വീരസാഹസ കഥകൾ കേട്ട് കോരിത്തെരിച്ച യൗവനവുമൊക്കെ ഏതൊരാളിൻ്റെയും നല്ല ഓർമ്മകളാണ്. നാലുകെട്ടും നടുമുറ്റവും ആമ്പൽക്കുളവും അരുവിയും മലഞ്ചെരിവും എല്ലാം കഥകളിലെ ഇഷ്ട കഥാപാത്രങ്ങളുമാണ്. അന്നും ഇന്നും എന്നും. അങ്ങനെ ഇവയെല്ലാം ഒത്തിണങ്ങിയ ഒരിടം. ഞങ്ങൾ ഇന്ന് കഥകൾ കേൾക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം അങ്ങനെ ഒരിടമാണ്. ഇടമറുക് എന്ന ഒരു ചെറിയ മലയോര ഗ്രാമത്തിലെ അരുവിയുടെ തീരത്ത് തടികളിലും കൽത്തൂണുകളിലും തീർത്ത വിസ്മയം. വാസ്തുശാസ്ത്രത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന കൊത്തുപണികളും കൽത്തൂണുകളും ഒപ്പം ആമ്പൽക്കുളവും. കഥകൾ പറയാനും കേൾക്കാനും ഇതിലും മനോഹരമായ സ്വസ്ഥമായ മറ്റൊരിടം സ്വപ്നങ്ങളിൽ മാത്രം. ഇനി ഇവിടെ പറയാൻ പോകുന്ന കഥകൾക്കുമുണ്ട് ചില പ്രത്യേകതകൾ. മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ആനക്കഥകളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒട്ടുമിക്ക ആനപ്രേമികളും ആനകളെക്കുറിച്ച് നല്ല അറിവുള്ളവരാകും. എന്നാൽ ആനകളുടെ വംശ ഉൽപ്പത്തിയെപ്പറ്റി അറിവുള്ളവർ നമുക്കിടയിൽ എത്ര പേരുണ്ടാവും? പുരാണങ്ങളിലെ ഐതിഹ്യങ്ങളും ഗജ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥകളുമാണ് ഇന്ന് ഉത്സവ കേരളത്തിൽ. നമുക്കായി ആ കഥകൾ പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല, ഗജപരിപാലനത്തിലെ മുടിചൂടാ മന്നനായ സാക്ഷാൽ ആറന്മുള മോഹൻദാസാണ്. തന്റെ 12ാമത്തെ വയസ്സിൽ മഞ്ഞക്കടമ്പിൽ വിനോദിൽ തുടങ്ങി ഒടുവിൽ ഉട്ടോളി രാമൻ വരെയുള്ള കൊമ്പന്മാരെ കൊണ്ടു നടന്ന പാരമ്പര്യമുള്ളയാളും കലാകാരനും എഴുത്തുകാരനും കൂടിയായ മോഹൻദാസേട്ടനോടൊപ്പമുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. മോഹൻദാസേട്ടാ, അപ്പം ഞങ്ങൾ ഉത്സവ കേരളം എന്ന് പറയുന്നൊരു ചെറിയ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. മോഹൻദാസേട്ടൻ അറിയാം എന്ന് കരുതുന്നു. നമ്മൾ കുറേ നാളായി നമ്മൾ സംസാരിക്കുന്നു. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ, മോഹൻദാസേട്ടൻ്റെ വിശേഷങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കൊരവസരം തന്നതിൽ ഉത്സവ കേരളത്തിൻ്റെ പേരിലും ഞങ്ങളുടെ ഈ കൊച്ചു ടീമിൻ്റെ പേരിലും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഷോയിലേക്ക് സ്വാഗതം. നമുക്ക് പറയാതെ തന്നെ കുറേ അതിഥികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരു കാടിന്റെ ഒരു ഫീൽ നമുക്ക് ഉൾക്കൊള്ളുന്നുണ്ടല്ലേ. പുറകെ ഒരു കാട്ടരുവി, നല്ലൊരു തണുപ്പ്, ഒരു മഴ അല്ലെ, മൊത്തത്തിലൊരു നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു കൽമണ്ഡപം. അതെ, കൽമണ്ഡപം. കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു കുറച്ച് ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഇങ്ങനൊരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു സ്ഥലം. അതെ, നമുക്കൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. നല്ല ശുദ്ധമായി. നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് ഇനി വരാം. സ്വാഗതം. മോഹൻദാസേട്ടനെ പ്രത്യേകിച്ച് പിന്നെ ആനയെ പറ്റി ഒന്നും പറയില്ല. എങ്കിലും ആറന്മുള മോഹൻദാസേട്ടന്റെ ഭാഷയിൽ എന്താണ് ആന? വെറും 2 അക്ഷരമേ ഉള്ളൂ. പക്ഷെ 10,000 ലക്ഷോ കണക്കിന് നിഗൂഢതകളുടെ ഒരു കലവറയാണ് ഈ 2 അക്ഷരത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നത്. നമുക്ക് നിർവചിക്കാനാവാത്ത തലമാണ് ആനയും അമ്മയും. അപ്പോൾ ആനയെന്ന് പറയുമ്പോൾ ആനയുടെ ഉത്ഭവം, എങ്ങനെയാണ് ആന ഉണ്ടായത്, അത് നമ്മളറിയാം. ആദ്യത്തെ ആനയായതാണ്. അപ്പോൾ ആനയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ
അന്ധകാരപൂരിതമായിട്ട് കിടക്കുന്ന പ്രപഞ്ചം അന്ധകാരത്തിൽ കിടക്കുന്ന 10,000-കണക്കിന് എല്ലാ യുഗങ്ങൾ അന്ധകാരത്തിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ സമയബന്ധിതമായി ബ്രഹ്മാവ് ഒരു മണ്ണുരുളയെടുത്ത് അതിഥി എന്ന് പറയും ദേവമാതാവിൻ്റെ ഗർഭത്തിൽ നിക്ഷേപിച്ചു. ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. 1000 സംവത്സരം ആ ഗർഭത്തിൽ അത് കിടന്നു. 1000 സംവത്സരങ്ങൾക്ക് ശേഷം അതിഥി ഒരു മാംസപിണ്ഡത്തെ പ്രസവിക്കുന്നു. ആ മാംസപിണ്ഡം പ്രസവിച്ച ഉടനെ തന്നെ അത് രണ്ടായി പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് സൂര്യഗോളം ആകാശത്തിലേക്ക് ഉയർന്നു. പ്രപഞ്ചം മുഴുവൻ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തോടെ വെട്ടിത്തിളങ്ങി. ഇത് കണ്ട് സപ്തർഷികൾ ഓടി വന്നു. അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് അവർ ബ്രഹ്മാവിനോട് ഈ കപാലങ്ങളെടുത്ത് ഈ പുറന്തോട് എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബ്രഹ്മാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ നിന്നൊരു വിശിഷ്ട മൃഗത്തെ സൃഷ്ടിക്കാൻ പറഞ്ഞു. അത് ശരി. അപ്പോൾ ബ്രഹ്മാവ് വലത്തെ കയ്യിലിരുന്ന ആ പുറന്തോട് കപാലം, അതിൽ നിന്ന് വലത്തെ കയ്യിലെ കപാലത്തിൽ നിന്ന് 7 സാമവേദ മന്ത്രങ്ങൾ ജപിച്ച് ആ ഐരാവതത്തെ സൃഷ്ടിച്ചു. അത് ശരി. 4 കൊമ്പുകൾ, 2 ചിറകുകളൊക്കെ ഒരു വെള്ളി മല പോലെ, ഒരു വെള്ളി മേഘം, തൂവെള്ള വെള്ളി മേഘങ്ങൾ ഒഴുകി വരുന്ന പോലെ മനോഹരമായൊരു മൃഗത്തെ സൃഷ്ടിച്ചു. ഇടത്തെ കയ്യിലെ കപാലത്തിൽ നിന്ന് അഭ്രമു എന്ന് പറയുന്ന ഇതിന് ജോഡിയായിട്ട് ഒരു പിടിയാനെ സൃഷ്ടിച്ചു. അത് 7 സാമഗാന വേദമന്ത്രങ്ങൾ ജപിച്ച് അഭ്രമുവിനെ സൃഷ്ടിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരുമായി, ഐരാവതവും അഭ്രമും. പിന്നീട് ഇങ്ങോട്ട് 7 സാമവേദങ്ങൾ പ്രത്യേകം ജപിച്ചിട്ട് വലത്തെ കയ്യിൽ നിന്ന് 7 കൊമ്പനെ, ഇടത്തെ കയ്യിൽ നിന്ന് 7 പിടിയെ സൃഷ്ടിച്ചു. അങ്ങനെ 8 കൊമ്പനും 8 പിടി. ഈ 8 കൊമ്പന്മാരാണ് അഷ്ടഗജങ്ങൾ എന്ന് പറയുന്നത്. ഇവരെ പ്രപഞ്ചത്തിന്റെ 8 ദിക്കുകൾക്കും കാവൽക്കാരായിട്ട് നിർത്തി. അവരുടെ ഡ്യൂട്ടി അതാണ്. അഷ്ടഗജങ്ങൾ 8 ദിക്കുകളും കാവല്, അവരാണ് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നെന്നുള്ള രീതിയിൽ. അവരുടെ ഭാര്യമാരാണ് ഈ 8 പിടിയാനകൾ. അവരുടെ വംശ പരമ്പരകളാണ് പിന്നീട് വന്ന ഗജങ്ങളൊക്കെ. ശരി. അപ്പോൾ ഇവർ ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് യഥേഷ്ടം പറന്ന് സഞ്ചരിക്കാം. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു അവർ. അങ്ങനെ യഥേഷ്ടം അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ പല വിഷയങ്ങളിൽ അവർ പോയിട്ട് ഇടപെടാറുണ്ട്, പല നാശങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ അവർ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവാസുര യുദ്ധം ഉണ്ടാവുന്നു. ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർക്കൊപ്പം അപ്പോൾ ഈ ആനകൾ 10,000-കണക്കിന് ആനകളുണ്ട്, അവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ദേവന്മാരുടെ വാഹനമായിട്ട് അവർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ്റെ വാഹനമായിട്ടാണ് ഐരാവതം. ബാക്കിയുള്ള ദേവന്മാർക്കെല്ലാം ആനയുടെ മേളിലിരുന്ന് യുദ്ധം ചെയ്യാവുന്ന രീതിയിൽ. രാക്ഷസന്മാർ ഭീകരന്മാരാണ്. അവരുടെ അട്ടഹാസവും ആ ഭീകരതയൊക്കെ കണ്ട് ഈ ഗജങ്ങളൊക്കെ ഈ യുദ്ധത്തിനിടയിൽ നിന്ന് പേടിച്ചോടി. ഈ പേടിച്ചോടിയ സമയത്ത് ബ്രഹ്മാവ് വേഗം മതത്തെ സൃഷ്ടിച്ച് മതത്തെ 2ആയി പകുത്തിട്ട് നേർപകുതി ആനയ്ക്ക് നിക്ഷേപിച്ചു. ബാക്കി പകുതി കൊണ്ട് സർവ്വചരാചരങ്ങൾക്കും കൊടുത്തു. ആ പകുതി കൊണ്ടുള്ള ആ സർവ്വചരാചരങ്ങൾക്കും കൊടുത്ത എല്ലാം മനുഷ്യനായാലും മറ്റു മൃഗങ്ങളായാലും വൃക്ഷങ്ങളായാലും എല്ലാം പുഷ്പിക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ്. നേർപകുതി ആനയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരി. ആ ദോഷം മുഴുവൻ, ആ മതപുരുഷൻ എൻ്റെ ആ ക്രൗര്യം മുഴുവൻ പുറത്തെടുത്തു. ആനകൾ ഭയമില്ലാത്തവരായി ആവേശത്തോടെ അവർ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അവർ ജയിക്കും. അപ്പോൾ ഈ യുദ്ധത്തിനിടയ്ക്ക് ഇവർക്ക് കുറച്ച് വീഴ്ചകൾ വരും. കാരണം ഇവർ ഈ വലിയ വളരെ വലിപ്പമുള്ള ആ ശരീരത്തിൽ നിന്ന് മടുപെടാന്നുള്ള ആ വിയർപ്പുകൾ ഇങ്ങനെ അങ്ങോട്ട് കുതിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഇവർക്ക് ഇരുന്ന് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ വരുണ ഭഗവാൻ ആ വിയർപ്പിനെ ഉള്ളിലാക്കി കൊടുത്തു. അത് ശരി. ഒരു വരം കൊടുത്തിട്ട് അതിനെ ഉള്ളിലാക്കി. അതുപോലെ ഇവർക്ക് വളരെ സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല. അവരുടെ വൃഷണം അതിനൊരു തടസ്സമായി വന്നപ്പോൾ ബ്രഹ്മാവ് അത് വൃഷണം ഉള്ളിലാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് അതൊരു ഭാഗ്യം. അവർക്ക് വളരെ ശക്തിയും സ്പീഡിലും അവർക്ക് ഓടാനും അതുപോലെ വിയർപ്പ് അവർക്ക് ഉള്ളിലായതുകൊണ്ട് പുറമേ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർ ആ യുദ്ധത്തിൽ അവർ ജയിക്കും. ദേവന്മാർ ജയിച്ച് അവർ തിരിച്ചു അവരവരുടെ ഭാഗത്തേക്ക് മാറും. അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ ഈ ദേവന്മാരതെല്ലാം കഴിഞ്ഞിട്ടൊരു യാഗം നടത്തും. ഈ യാഗം നടത്തിയപ്പം അന്ന് ഈ രാഷ്ട്രീയ കളിയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. യാഗം നടത്തിയപ്പോൾ ഈ അഗ്നിക്ക് ഹവിസ് കൊടുക്കണ്ടെന്ന് ഇവരിൽ ചിലരങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഹവിസ് അർപ്പിക്കുക, അഗ്നിക്ക് ഹവിസ് അർപ്പിക്കും. അത് അർപ്പിക്കണ്ട, നമുക്ക് അഗ്നിയെ വിളിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അഗ്നി ഇതറിഞ്ഞോട് കൂടിയിട്ട് അഗ്നി ഒരൊറ്റ മുങ്ങൽ മുങ്ങി. അഗ്നിയെ കാണാനില്ല. അഗ്നി ഇല്ലാണ്ട് തീ കത്തില്ല, യാഗം നടക്കത്തുമില്ല. അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടിലായി. അപ്പോൾ അവിടെ തർക്കമായി. ആദ്യം ഞങ്ങൾ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെയും തർക്കമൊക്കെ ഉണ്ടായി.
അങ്ങനെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ബ്രഹ്മദേവൻ അഷ്ടഗജങ്ങളെ വിളിച്ചിട്ട് അഗ്നിയെ വേഗം തിരിച്ചു കൊണ്ടുവരാൻ വിട്ടു. ഈ അഷ്ടഗജങ്ങൾ തപ്പി നടന്നിട്ടൊന്നും അഗ്നിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഗ്നി എവിടെയോ മറഞ്ഞു. അഗ്നിയുടെ ഭാര്യയുടെ പേര് സ്വാഹാദേവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരെ പിടിച്ചു വലിച്ച് ആക്രോശിച്ച് ചീത്ത പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അഗ്നി പാഞ്ഞു വന്ന് ഈ അഷ്ടഗജങ്ങളെ ദഹിപ്പിക്കാൻ ഒരുങ്ങി. ദഹിപ്പിക്കാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. കാരണം ബ്രഹ്മാവിൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയാണ് ആ അഷ്ടഗജങ്ങൾ. അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അഗ്നി ഭഗവാൻ ശപിച്ചു. അവർക്ക് ആ ശാപം ഏറ്റു. ആ ശപിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ ചീത്ത പറഞ്ഞ് നിങ്ങളുടെ നാവ് വട്ടത്തിലായി പോട്ടെ, അത് ശരി, നിങ്ങൾക്ക് ജഡരാഗ്നിയെങ്കിൽ ഉഷ്ണം ഭവിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് ശപിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ബ്രഹ്മാവിന് വിഷമം തോന്നി. താൻ കാരണമാണല്ലോ ഇവർക്ക് ഈ ഗതി വന്നത് എന്ന് വിഷമം തോന്നിയത് കാരണം ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു. നിങ്ങൾക്ക് ഈ ചെളിയിലും പൊടിയിൽ മണ്ണൊക്കെ വാരിയിട്ട് ചെളിയിലും വെള്ളത്തിലും ഒക്കെ കളിച്ച് അതിൽ രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഉഷ്ണം ശമിക്കും. അതിന് ഒരു ശ്ലോകം പറയുന്നുണ്ട്, പ്രാണ സർവേ ജലേ നൈവ പ്രായോ രോഹന്തി ദന്തിന നക്ഷന്തുക്ഷിത് പിബാസാത്യ പത്മയോനയിൽ അനുഗ്രഹാൽ. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജലം ആനയ്ക്ക് അമൃതിന് തുല്യമാണ്. ജലം കൊണ്ട് തന്നെ അതിൻ്റെ വിശപ്പും ദാഹവും എല്ലാം തീരും. അതിൻ്റെ ഉഷ്ണമെല്ലാം അതുകൊണ്ട് തന്നെ തീരും. അതുപോലെ തന്നെ പ്രാണബലത്തെ ഉണ്ടാക്കും. അത്രയും ആനയ്ക്ക് ജലമാണ് ഏറ്റവും വലുത്. അമൃതിന് തുല്യം. നമ്മൾ ആനയ്ക്ക് എപ്പോഴും നല്ല ശുദ്ധജലം ധാരാളമായിട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ അവർക്ക് ആ ഒരു അനുഗ്രഹം ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടിയത് കൊണ്ട് അവർക്ക് ആ ഉഷ്ണത്തിനെ ശമിപ്പിക്കാൻ പറ്റും. അവർ പിന്നെ ഇങ്ങനെ നടന്നു. ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിൽ കയറിയിട്ടെല്ലാം വലിച്ചു വാരിയിട്ട് ചവിട്ടി തേച്ച് ആകെ നാശകോശമാക്കിയിട്ട് പോയി. അദ്ദേഹം വന്ന് നോക്കുമ്പോൾ എല്ലാം നശിപ്പിച്ചിട്ടേക്കുന്നു. ഇവരുടെ പരമ്പരകളാണ് ഈ അഷ്ടഗജങ്ങളുടെ പരമ്പര, പിന്നീടുള്ള പരമ്പര. അതെ. അങ്ങേര് കൊടുത്തു ഒരു ശാപം, ഭൃഗുമഹർഷി ഒരു ശാപം കൊടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ അതിനകത്തെല്ലാം കാഷ്ടിച്ച് മൂത്രമൊഴിച്ച് ഒക്കെ ചവിട്ടി തേച്ചിട്ടൊക്കെ പോയേക്കുന്നത്. നിങ്ങൾ ഈ മലവും മൂത്രമൊക്കെ തൊട്ട് മണപ്പിച്ച് നടക്കുന്ന ഒരായി പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അവരിത് ഈ തൊട്ട് മണപ്പിച്ച് തൊട്ട് ഇത് നക്കുക കുടിക്കുക എല്ലാം അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ശാപം അങ്ങ് കൊടുത്തു. അതും മേടിച്ച് കെട്ടിയിട്ട് തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഇവർ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് അവർക്ക് സർവ്വസ്വാതന്ത്ര്യമാണ്. അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് അവരിങ്ങനെ ആകാശമാർഗേന പറന്നു വന്നിട്ട് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് 200 യോജന വിസ്താരവും അത്രയും തന്നെ ഉയരമുള്ള ഒരു വടവൃക്ഷം എന്ന് വെച്ചാൽ ആൽമരം. അതിൻ്റെ മേളിൽ വന്ന് പറന്നു വന്നിരുന്നു. അതിൻ്റെ കൊമ്പുകളെല്ലാം ചവിട്ടി ഒടിച്ച് അതിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് എരണ്ടോ മൂത്രമൊക്കെ വീണ് അതിൻ്റെ ചുവട്ടിൽ ദീർഘതപസ് എന്ന് പറഞ്ഞൊരു മുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഡിസ്റ്റർബൻ്റായി. അദ്ദേഹത്തിൻ്റെ മേളിലേക്ക് ഈ മരക്കൊമ്പൊക്കെ ഒടിഞ്ഞു വന്നു. അദ്ദേഹം ചാടി എഴുന്നേറ്റ് മേളിലേക്ക് നോക്കി ഒരു ഒറ്റ ശാപം പങ്കുകൊടുത്തു. നിങ്ങൾ ഭൂമിയിൽ മനുഷ്യന് വാഹനമായി തീരട്ടെ എന്ന് പറഞ്ഞു. ഭൂമിയിൽ മനുഷ്യന് വാഹനമായി തീരട്ടെ എന്ന് പറഞ്ഞ് ശ്രമിച്ചു. നിങ്ങളുടെ സകല ഐശ്വര്യങ്ങളും പോട്ടെ. അവരുടെ ആ ചിറകും നാൽക്കൊമ്പ് ഉള്ളതിൽ 2 കൊമ്പും പോയി, ചിറകും പോയി. അതെല്ലാം ആ ഐശ്വര്യങ്ങളെല്ലാം പിന്നെ ആ യഥേഷ്ടം സഞ്ചരിക്കാനുള്ള അതെല്ലാം നഷ്ടപ്പെട്ടു. അതോടുകൂടിയിട്ട് അഷ്ടഗജങ്ങൾ ഇവരെ കുറച്ച് പേരെയും കൂട്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. നമ്മളെ വംശപരമ്പരയ്ക്ക് ഇങ്ങനെ ഒരു ദുർഗതി വന്നുപോയി, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് നോക്കിയപ്പോൾ ദീർഘതപസ്സിൻ്റെ ശാപമാണ്. ആ ശാപം ഫലിക്കും. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരൊക്കെ ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഇനി അതിനെ പറ്റിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കഷ്ടത ഉണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, ഭക്ഷണം ലഭ്യത നല്ല ഭക്ഷണം കിട്ടുകയില്ല, ഇഷ്ടഭക്ഷണം കിട്ടുകയില്ല, മനുഷ്യന്റെ വാഹനമായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ഈ അഷ്ടഗജങ്ങൾക്ക് മാത്രമേ ഈ ശാപം ഏറ്റില്ല. ബാക്കിയുള്ളവർക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല. ബാക്കിയുള്ളവർക്കേ വരത്തുള്ളൂ. അഷ്ടഗജങ്ങൾ നേരിട്ട് ഭഗവാന്റെ സൃഷ്ടിയായതുകൊണ്ട്. അപ്പോൾ അഷ്ടഗജങ്ങൾക്ക് ഇത് ഏറ്റില്ല. അവരോട് പറഞ്ഞു, ഈ ഗജങ്ങൾക്ക് ബന്ധുവായിട്ട് ഒരു മുനി ജനിക്കും. ഉടനെ തന്നെ അയാൾ വന്നിട്ട് ഇതിൻ്റെ വ്രണങ്ങളോ അല്ലെ അതിൻ്റെ ശുശ്രൂഷകളോ അതിൻ്റെ അസുഖങ്ങൾക്കുള്ള മരുന്നുകളോ എല്ലാം അങ്ങേര് നോക്കിക്കോളും, നിങ്ങൾ വിഷമിക്കേണ്ട, പോയിക്കോളൂ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും മടങ്ങി പോയി അവരവരുടെ സ്ഥാനത്തേക്ക് പോയി. അഷ്ടഗജങ്ങൾ ഒഴിച്ച് ബാക്കി ഗജങ്ങൾ ആ വംശപരമ്പര എല്ലാം ഭൂമിയിലേക്ക് പോകും. അങ്ങനെയാണ് ഭൂമിയിൽ ആനകൾ വന്നിരിക്കുന്നത്. അങ്ങനെ തലമുറയായിട്ട് പല തലമുറയായിട്ട് വന്നിട്ടാണ് ഇന്ന് കാണുന്ന നമ്മുടെ
ആ രൂപാന്തരത്തിലുള്ള ആനകൾ. ഓരോ യുഗങ്ങളിലും ആനകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ശാരീരിക മനുഷ്യനും ഉണ്ട്. ആ ഇപ്പോൾ മഹാഭാരത യുദ്ധം നടക്കുന്ന അർജുനും ഇവരൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള മനുഷ്യരെ പോലെ അല്ല ഇപ്പൊ. അതിലൊക്കെ വളരെ ചെറിയ മനുഷ്യർ. അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊക്കെ ആ കാലത്തിനനുസരിച്ച് ഉണ്ട്. അന്ന് പറഞ്ഞ മഹർഷിയാണോ നമ്മുടെ പാലക്കാട് മഹർഷിയാണോ? ആ അപ്പൊ അവര് ജനിക്കുന്നതിനൊരു കാരണമാണ് ഇവിടെ വന്നത്. അപ്പൊ ഇതിനെല്ലാം ലോജിക്കുണ്ട്. ഈ കഥയാണോ അല്ലെങ്കിൽ ഇത് ചരിത്രമാണോ അന്ധവിശ്വാസമാണോ അതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇത് ഒരു നിഗൂഢമായ സത്യമായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം ബ്രഹ്മാവ് യക്ഷന്റെ, മനുഷ്യന്റെ, ഗന്ധർവന്റെ സൗന്ദര്യത്തെ മുഴുവൻ ആപാഹിച്ചിട്ട് ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. സരസ്വതി ദേവിയെക്കാട്ടിലും അതിസുന്ദരിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ആ സൗന്ദര്യത്തിൽ അവർ അഹങ്കാരിയായി തീർന്നു. അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ അവരെ ശപിച്ചു. നീ ഒരു വനകന്യയായി തീരട്ടെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവൾ ഭൂമിയിലേക്ക് ഭൃഗു മഹർഷിയുടെ ഇതിൽ മകളായിട്ട് ഗുണവതി എന്നു പേരായി ഒരു വനകന്യകയായിട്ട് അവൾ ജന്മം എടുത്തു. ആ അപ്സരസ് താഴത്ത് വന്നു, ഭൂമിയിൽ വന്നു. അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ ആ വനത്തിൻ്റെ ഉള്ളിൽ വനകന്യകയാണ്. വനത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ മാതംഗ മഹർഷി ഇരുന്ന് തപസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തൊരു കൂത്താന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് ഇയാളുടെ ചുറ്റുപുറം നടന്ന് ഇതിങ്ങനെ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കി ഇങ്ങനെ ഒരു കൗതുകത്തോടെ അവരിങ്ങനെ വീക്ഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ സാമീപ്യം തിരിച്ചറിഞ്ഞിട്ട് ആ മഹർഷി പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പം ഒരു വനകന്യക വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇത് ദേവേന്ദ്രൻ തൻ്റെ തപസ് മുടക്കാൻ വിട്ട ആണോ അപ്സരസുകൾ ആരെങ്കിലും ആയിരിക്കും തെറ്റിദ്ധരിച്ചത്. അദ്ദേഹം ഉടനെ അവരെ ശപിച്ചു. നീ ഒരു പിടിയാനയായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. പെട്ടെന്ന് തന്നെ അവരൊരു ആ ശാപമേറ്റു. അവരൊരു പിടിയാനയായിട്ട് മാറി. അപ്പോൾ പെട്ടെന്ന് ജ്ഞാനദൃഷ്ടിയിൽ ആ ക്ഷിപ്രകോപം അടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഗായന മുനിയുടെ രേതസ് പാനം ചെയ്യും. അന്ന് നിനക്ക് ഗർഭം ധരിച്ച് ഒരു പുത്രനെ നീ ജന്മം നൽകി. ആ പുത്രനെ നീ ആ മുനിയെ ഏൽപ്പിച്ച് നിനക്ക് ശാപമോക്ഷം നേടി സ്വർഗത്തിലേക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരങ്ങനെ കറങ്ങി തിരിഞ്ഞ് വനത്തിലൊക്കെ നടന്നൊരു പിടിയാനയായിട്ട് നടന്നു. സാമഗായന മുനിയുടെ ആശ്രമ പരിസരത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ ഒരിക്കൽ സാമഗായന മുനിക്ക് സ്വപ്നത്തിൽ ഒരു യക്ഷസ്ത്രീയായിട്ട് സംസർഗം ഉണ്ടായി. ആ സ്വപ്നത്തിൽ സംസർഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പുള്ളി അതിൻ്റെ മൂർധന്യതയിൽ പുള്ളി പെട്ടെന്ന് എഴുന്നേറ്റു. അങ്ങനെ മുറ്റത്ത് പോയിട്ട് പുറത്ത് വന്നിട്ട് ആശ്രമത്തിന് വെളിയിൽ വന്ന് അദ്ദേഹം മൂത്രമൊഴിച്ചു. ആ മൂത്രത്തോടൊപ്പം ഈ രേതസ് അല്ലെങ്കിൽ ശുക്ലം അതിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ശൗചമൊക്കെ കഴിഞ്ഞ് ശുദ്ധി ചെയ്ത് പുള്ളി അകത്ത് കയറി ആശ്രമത്തിലേക്ക് കയറിപ്പോയി. ഈ പിടിയാനെ ആ പരിസരത്തുണ്ടായിരുന്നു. ഈ മണം കിട്ടിയതോട് കൂടിയിട്ട് മൂത്രത്തിൻ്റെ മണം കിട്ടിയതിന് മറ്റേ പഴയ ശാപം ഭൃഗുമഹർഷിയുടെ ശാപം ഉണ്ട്. അപ്പോൾ പോയിട്ട് അവിടെ പോയിട്ട് അത് തൊട്ട് മണപ്പിച്ച് അത് എടുത്തു കുടിക്കും. അത് എടുത്തു കുടിക്കുമ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ ബീജാംശമുണ്ട്. അതിൽ പെട്ടെന്ന് തന്നെ ഗർഭം ധരിച്ച് ഒരു കന്യകയാണ്, അപ്സരസാണ്, വനകന്യകയാണ്, നിത്യകന്യകയാണ്. അപ്പോൾ അവർ വായിൽ കൂടി ഒരു പുത്രന് ജന്മം കൊടുത്തു. ആ പുത്രനെ സാമഗായന മഹർഷിയെ ഏൽപ്പിച്ച് അതോടുകൂടി അദ്ദേഹം അനുഗ്രഹിച്ചു. അവർ ശാപമോക്ഷം കിട്ടി. അവർ അപ്സരസായിട്ട് തന്നെ അവർ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. സാമഗായന മുനി ഈ കുഞ്ഞിനെ വളർത്തി. അതിന് ആ പ്രായത്തിനനുസരിച്ച് അതിന് ഉപനയനവും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് പാലകാപ്യൻ എന്ന പേര് കിട്ടി. അങ്ങനെയാണ് ആ കുട്ടിയെ വളർത്തി. ആ കുട്ടി ആനകളുടെ കൂടെ, ആനയ്ക്ക് കൂട്ടായിട്ട് ആനകളുടെ കൂടെ തളിരലകളും ജലവും മാത്രം ഭക്ഷിച്ച് അതിനോടൊപ്പം ജീവിച്ചു. 12,000 വർഷം ആനകളോടൊപ്പം ജീവിച്ച് ആനകളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എന്തെല്ലാമാണ് അവർക്ക് ഉണ്ടാകുന്നതെന്ന് എല്ലാത്തിനെയും മനസ്സിലാക്കി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചമ്പാ നഗരത്തിൽ, അംഗരാജ്യത്തിൽ ചമ്പാ നഗരിയിൽ ഭരിച്ചിരുന്ന രോമപാതൻ എന്ന് പറഞ്ഞൊരു രാജാവാണ്. അദ്ദേഹം ഇങ്ങനെ സിംഹാസനത്തിൽ നിന്ന് രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായിട്ടിരിക്കുന്ന സമയത്ത് പ്രജകളിൽ ആരോ വന്നിട്ട് പറഞ്ഞു, തങ്ങളുടെ കൃഷിയെല്ലാം കാട്ടാനകൾ വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അതിനെക്കുറിച്ച് ആൾക്കാരെ വിട്ടു, ഭൃത്യന്മാരെ വിട്ട് കഴിഞ്ഞപ്പോൾ കൃഷികളെല്ലാം നശിപ്പിച്ച്
അവർ അന്വേഷിക്കാൻ പറ്റപ്പോൾ കാട്ടിൽ നിന്ന് ഒരു കൂട്ടം ആനകൾ വന്നിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ അതിനെ അന്വേഷിക്കാൻ കാട്ടിലേക്ക് വൃദ്ധന്മാരെ പറഞ്ഞയച്ചു. അവർ ചെന്ന് നോക്കുമ്പോൾ ഈ ആനകളോടൊപ്പം ഒരു ബാലൻ, ഒരു മുനി നടക്കുന്ന ഒരാൾ ഇപ്പോഴും ഇതിൻ്റെ കൂടെയുണ്ട്. സന്ധ്യ കഴിയുമ്പോൾ അയാളൊരു ആശ്രമത്തിലേക്ക് കയറിപ്പോകും. അത് കഴിഞ്ഞാൽ ഈ ആനകളെല്ലാം വനത്തിലേക്ക് പോകും. അപ്പോൾ ഇയാൾ ഈ ആനകളുമായിട്ട് കളിക്കുന്നുണ്ട്, പുഴയിലും വെള്ളത്തിലും ഒക്കെ കിടന്ന് കളിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഇലകളൊക്കെ പറിച്ച് തിന്ന് അവർ സഞ്ചരിക്കുന്നു. സന്ധ്യയോട് കൂടിയിട്ട് ആശ്രമത്തിലേക്ക് ഈ ബാലൻ ഈ മുനി തിരിച്ചു പോകുന്നു. അങ്ങനെ തന്നെ ആനകളെല്ലാം വനത്തിലേക്ക് പോകുന്നു. ഈ വൃത്താന്തം രാജാവിനെ അറിയിച്ചു. രാജാവ് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടു എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്ത് നാരദാദി മുനികൾ, അവരൊരു 5-8 പേര് കൂടിയിട്ട്, മുനിമാർ കൂടിയിട്ട്, നാരദൻ അടക്കം ഗൗതമാദികൾ അവരിവിടെ വരും, അവിടെ പ്രത്യക്ഷപ്പെടും. അതെല്ലാം ഒരു ദൈവനിയോഗം പോലെ അവരവിടെ എത്തുന്നു. അവർ ഈ വൃത്താന്തം പറഞ്ഞ് ഈ കാട്ടാനകളെ പിടിച്ചു കെട്ടാനുള്ള ഒരു മന്ത്രം വരമായിട്ട് രോമപാത രാജാവിന് കൊടുക്കുന്നു. അതിന് പ്രകാരം ഇദ്ദേഹം പരിവാരങ്ങളുമായിട്ട് പോയി ഈ മുനികുമാരൻ മുനി ആശ്രമത്തിലേക്ക് ഇല്ലാത്ത സന്ദർഭം നോക്കിയിട്ട് ഈ ആനകളെല്ലാം ഈ വരബലത്തിൽ പിടിച്ചു കെട്ടി കൊട്ടാരത്തിൽ കൊണ്ടുപോകും. എന്നിട്ട് ഈ നാരദാദി മുനിമാർക്ക് ദാനമായി കൊടുക്കും. അവരതിനെ അവിടെ തൂണുകളിലൊക്കെ പിടിച്ചു കെട്ടിയിടും. അപ്പോൾ ഇദ്ദേഹം അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ആദ്യമായിട്ട് ആനകളെ, അല്ലേ? അതെ, അത് രോമപാത രാജാവാണ് ആദ്യം ഒരു ആനയെ പിടിച്ചു കെട്ടുന്നത്. ആദ്യം ഒരു കാട്ടാനെ പിടിക്കുന്ന ആദ്യത്തെ ഒരു ആനപിടുത്തം അതായിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം പിടിച്ചു കെട്ടി നാരദാദി മഹർഷിമാർക്ക് ദാനം ചെയ്തു. അവരതിനെ തൂണിൽ ബന്ധിച്ചു. അപ്പം ഈ പാലകാപ്യൻ പിതാവിൻ്റെ അച്ഛൻ്റെ ശുശ്രൂഷാദികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ആനകളുടെ അടുത്ത് വന്നപ്പോൾ ആനകളെ കാണാതെ വിഷമിച്ചു. അങ്ങനെ തിരഞ്ഞ് ആനകളെ അന്വേഷിച്ച് നടന്ന് ചമ്പാവരിയിലെത്തി. തൻ്റെ ആനകളെ കണ്ടു. അവരാകെ കഷ്ടതയിൽ വ്രണങ്ങളൊക്കെ ആയി തുടങ്ങി. ചങ്ങലയുടെ ബന്ധനത്തിൽ വ്രണങ്ങളൊക്കെ ആയി കിടക്കുന്നു. അങ്ങനെ പുള്ളി പച്ചമരുന്നുകളും ഒക്കെ വെച്ച് അതിന് വേണ്ടതെല്ലാം ചെയ്ത് അതിന് മുറി വെക്കുവാനൊക്കെ. അപ്പോൾ ഈ നാരദരും ഗൗതമനും ഒക്കെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ, അപ്പോൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. പറഞ്ഞ രാജാവിനെ ഒരു അറിയിച്ചു. രാജാവ് പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ഒരു മഹർഷിയാണെന്ന് മനസ്സിലായി. ഉടനെ രാജാവ് പെട്ടെന്ന് അർഘ്യാദി പൂജകളും ഒക്കെ ചെയ്ത് അദ്ദേഹത്തെ വേണ്ട വിധം ഉചിതമായ രീതിയിൽ ആദരിച്ചു. അതിൽ സന്തുഷ്ടനായി ഇദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അദ്ദേഹം രോമപാത രാജാവ് ചോദിച്ചു, നിങ്ങളോട് ഇത്ര ഈ സ്നേഹം ഈ ആനകൾക്ക് വരാൻ എന്താണ് കാരണം? നിങ്ങൾ ആരാണ്? അപ്പോൾ ഗജങ്ങളുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് രോമപാത രാജാവ്. അങ്ങനെ 12,000 വർഷത്തോളം ഈ ആനകളുടെ കൂടെ ജീവിച്ച് പാലകാപ്യൻ എന്ന് പറയുന്ന സാമകായ മുനിയുടെ പുത്രനായ പാലകാപ്യനാണ് ഞാൻ എന്ന് രാജാവിനോട് പറയാം. അപ്പോൾ രാജാവ് ഇദ്ദേഹത്തോട് ആനകൾക്ക് എന്തെല്ലാം അസുഖമാണ് വരുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആനകളെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിന് 12,000 വർഷം ആനകളോടൊപ്പം ജീവിച്ച മഹർഷി 12,000 ശ്ലോകങ്ങളിൽ പാലകാപ്യം എന്ന് പറയുന്ന ഹസ്ത്യായുർവേദം എന്നുള്ള പറയുന്നൊരു ഗ്രന്ഥം രചിക്കുകയാണ്. അതാണ് ആനകൾക്ക് ആദ്യം ഉണ്ടായ ഗ്രന്ഥം. അവിടെ ഒരു പക്ഷേ ഒരു ആനയുടെ ഒരു ഉൽപ്പത്തി തന്നെ അവിടെ നിന്നാണ്, അല്ലേ? അവിടെ നിന്നാണ്. ആനകളുടെ സംരക്ഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും പാലകാപ്യത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പോവാണ്. അതിൻ്റെ വംശപരമ്പരകളാണ് പിന്നെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആനകളും എല്ലാം. അതാണ്. അപ്പോൾ മഹർഷി പറയുന്നുണ്ട്, അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, 12,000 വർഷം ഈ ആനകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് ഇവരോടൊപ്പം ജീവിച്ചിട്ടും എനിക്ക് പോലും ഇത് മുഴുവനായി മനസ്സിലാക്കാൻ ആനകളുടെ സ്വഭാവ വൈവിധ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അത്രയും ഒരു മഹർഷിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തത് ഞാനൊരു 50 വർഷമായി ആനയുടെ പുറകെ നടക്കാൻ. ഈ 50 വർഷം കൊണ്ട് എനിക്ക് എന്ത് മനസ്സിലാക്കാൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആനയെ കാണുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നല്ല. പക്ഷെ നമ്മുടെ പൂർവികരായിട്ടുള്ളവരും ഗുരുക്കന്മാരായിട്ടുള്ളവരും പറഞ്ഞു തന്ന ചില അറിവുകൾ വെച്ച് നമ്മൾ അങ്ങ് മുമ്പോട്ട് കൂടെ സഞ്ചരിക്കുന്നു. എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ആന എന്താന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇതാണ് ആന, അല്ലേ? ഇതാണ് ആനയുടെ ഉൽപ്പത്തി, അതിന്റെ ഓരോ രഹസ്യങ്ങളും ഇതെല്ലാമാണ് അതിന്റെ പ്രപഞ്ചത്തിലോട്ടുള്ള മഹത്വമുള്ള ഒരു ജീവിയാണ്.